അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഷോപ്പിൽ തന്നെയുള്ളത്. അപ്പോൾ ഇന്ന് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ആണ്. ട്രീറ്റ്മെൻറ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്താണെന്നുള്ളത് വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മൾ രാവിലെ ഉറങ്ങിണീച്ച ഉടനെ തന്നെ എനിക്ക് അധികം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് നമ്മളെ മടമ്പ് വേദന, ഉപ്പൂറ്റി വേദന. അപ്പോൾ ആ ഉപ്പൂറ്റി വേദനയ്ക്ക് നമുക്ക് വലിയൊരു കഷ്ടപ്പാടുണ്ട്. ഒരു കുറച്ച് സമയം ഉറങ്ങി എണീച്ച് കുറച്ച് സമയം വരെ ഉണ്ടാവും. അപ്പോൾ ഇതിന് നല്ലൊരു പോംവഴി അഗ്നികർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ ഞാൻ നേരെ കോഴിക്കോട് കാരന്തോറും നമ്മളെ പ്രിയപ്പെട്ട ഡോക്ടറായ ഡോക്ടർ സുൽഫിക്കർ, വളരെ പേരുകേട്ട ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ മൂപ്പരോടൊക്കെ പോയിട്ട് മൂപ്പരുടെ എന്താണ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഞാൻ നേരിട്ട് കാണിക്കാം. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയറും ചെയ്യണം, അതുപോലെ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് കോഴിക്കോടേക്ക് പോവാം. വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ് ഈ ഉപ്പുറ്റി വേദന അല്ലെങ്കിൽ മടമ്പ് വേദന എന്നൊക്കെ പറയുന്ന ഒരു രോഗം. ഒരുപാട് കാരണങ്ങളുണ്ട് മടമ്പ് വേദന ഉണ്ടാവും. അതിൽ കോമൺ ആയിട്ടുള്ള ഒരു റീസണാണ് പ്ലാന്റാർ ഫേഷ്യാറ്റിസ് എന്ന് പറയും. അതായത് നമ്മുടെ കാലിൻ്റെ മടമ്പിൻ്റെ അല്ലെങ്കിൽ ഉപ്പൂറ്റിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഈ പ്ലാന്റാർ ഫേഷ്യയിൽ വന്നിട്ടുള്ള ഒരു ഇൻഫ്ലമേഷൻ രൂപപ്പെടുക. ഈ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ മടമ്പ് വേദന ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കൽക്കേനിയൽ സ്പർ, അതായത് നമ്മൾ ഈ കൽക്കേനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോണിൻ്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയ തേയ്മാനങ്ങളോ അല്ലെങ്കിൽ ഒരു നീർക്കെട്ടുകളോ രൂപപ്പെടുക. അതുപോലെ തന്നെ റെട്രോ കാൽക്കേനിയൽ ബർസൈറ്റിസ്, നമ്മൾ ഈ മടമ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഫേഷ്യയുണ്ട്, ഒരു പാടയുണ്ട്. ആ പാടിൻ്റെ ഉള്ളിൽ ഒരു നീര് കല്ലിക്കുക. അതുപോലെ തന്നെ അക്ലീസ് ടെൻഡിനൈറ്റിസ്, അതായത് ഈ വള്ളി, കാലിൻ്റെ വള്ളിയിൽ വരുന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ള നീർക്കെട്ടുകൾ, അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ ചെറിയ സ്ട്രിക്ചേഴ്സോ കാരണം വന്നിട്ടുള്ള നീർക്കെട്ടുകളെ കൊണ്ടും ഇങ്ങനെ മടമ്പ് വേദന ഉണ്ടാവാറുണ്ട്. പലർക്കും പല രീതിയിലായിരിക്കും ഇതിൻ്റെ സിംറ്റംസ് എക്സിബിറ്റ് ചെയ്യാറ്. ചില ആൾക്കാർക്ക് ത്രൂ ഔട്ട് പെയിൻ ഉണ്ടാവാറുണ്ട്. ചില ആൾക്കാർക്ക് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തായിരിക്കും ഈ പെയിൻ ഉണ്ടാവുക. കുറച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ വേദന പോകാറുണ്ട്. അപ്പോൾ ഇനി മടമ്പ് വേദനയ്ക്ക് നമ്മൾ അഗ്നികർമ്മം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ അഗ്നികർമ്മ പ്രോസസ്സ് സെഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സെഷനായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇൻറ്റേർണലായിട്ട് മെഡിസിൻ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് രീതി ഒന്ന് നോക്കാം.
അതുപോലെ നിങ്ങൾക്കെല്ലാം ഇതുപോലുള്ള ഒരു കാലിന് വേദന ഉണ്ടെങ്കിൽ എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ഇത് തന്നെയാണ്. ഡോക്ടർ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോയാൽ മതി. ഈ ഡോക്ടർ തന്നെ മലപ്പുറത്ത് ചെമ്മാട് ഉണ്ട് 2 ദിവസം. അപ്പോൾ ഡോക്ടർ ഒന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പോയാൽ മതി. ഇപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് 2 ആഴ്ചയായി. 2 ആഴ്ചത്തിന് ശേഷം പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ പൂർണ്ണമായിട്ട് മാറണമല്ലോ. നമ്മൾക്ക് എന്ത് അസുഖം വരുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ കാണിക്കുക, വെച്ച് നിൽക്കാതെ തുടക്കത്തിൽ തന്നെ കാണിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ എല്ലാ അസുഖങ്ങളും. അപ്പോൾ നല്ലൊരു വീഡിയോ കണ്ടു നല്ല സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ലൈക്ക് ഷെയറെല്ലാം ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം.